മഹ്ദി ഇമാമിനെ കാത്തിരിക്കുന്നവരാണ് മുസ്ലിം ലോകം. മഹ്ദി ഇമാമിനെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിഷയം. അതിനകത്ത് മഹ്ദി ഇമാം വരില്ല എന്നല്ല, മഹ്ദി ഇമാം വരുന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ല എന്നതാണ്. അതൊക്കെ മഹ്ദി ഇമാം ചെയ്തോളും എന്ന ഒരു വൈഷണ്യത. എന്ത് പറഞ്ഞാലും അത് മഹ്ദി ഇമാം കൈകാര്യം ചെയ്യും. അപ്പം നിന്റെ പണി എന്താ? നിന്റെ പണിയുണ്ട്. മഹ്ദി ഇമാം ഓൺ ഹിസ് ഡ്യൂട്ടി. മഹ്ദി ഇമാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയില്ല. നീയോ? മഹ്ദി ഇമാം ലോകത്തിനെ നന്നാക്കിയ നിനക്കെന്ത് കാര്യം? ഈ മഹ്ദി ഇമാമിന്റെ പേരിലുള്ള ഈ അനാവശ്യമായ പ്രതീക്ഷകളും അനാവശ്യമായ സംസാരങ്ങളും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ തിന്മയുടെ ലിസ്റ്റ് മാത്രം കാണേണ്ടതില്ല, നന്മയുണ്ട്. അത് വീണ്ടും വീണ്ടും നമ്മളെ സന്തോഷിപ്പിക്കും. നന്മ ഈ അടുത്ത കാലം വരെ നമ്മളെല്ലാവരും വേദനിപ്പിച്ച ചില റിലീഫ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ റിലീഫ് പ്രവർത്തനങ്ങൾ ഈ വർഷം ഇതിന് മേലെ വർഷമൊന്നും കണ്ടില്ല എന്നുള്ളത് ജനങ്ങളിൽ വന്ന പരിവർത്തനത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ പടച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചത്രേ, അല്ലാ, ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള വേറെന്തിനെങ്കിലും നീ പടച്ചിട്ടുണ്ടോ? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉണ്ട്. അതെന്താണ്? അത് മറ്റൊന്നുമല്ല, പർവ്വതത്തെക്കാൾ ശക്തിയുള്ള സാധനത്തെ ഞാൻ പടച്ചത് ഇരുമ്പാണ്. ഏത് പർവ്വതത്തെയും തുളക്കാൻ ഇരുമ്പിന് കഴിയും. അല്ലാഹ്. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അല്ലാ, ഇരുമ്പിന് ഇത്ര വലിയ ശക്തിയോ? അമിൻ ഖൽഖക അശദ്ദു മിനൽ ഹദീദ്, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വലുതും നീ പഠിച്ചിട്ടുണ്ടോ? ഞാൻ റബ്ബ് പറഞ്ഞുണ്ട്. എന്താ? അന്നാറു, തീ. ഞാൻ തീനെ പഠിച്ചിട്ടുണ്ട്. ഏത് ഇരുമ്പിനെയും വളക്കാനും തിരിക്കാനും ഒന്നുമില്ലാതാക്കാനും തീക്ക് കഴിയും. അപ്പോൾ മലയേക്കാൾ ശക്തിയാണ് ഇരുമ്പിന്, ഇരുമ്പിനേക്കാൾ ശക്തിയാണ് തീന്. അപ്പോൾ മലക്കൾ ചോദിച്ചു അത്രേ, അമിൻ ഖൽഖക അശദ്ദു മിനൻ നാർ, തീനേക്കാൾ ശക്തിയുള്ള വേറെ എന്തും നീ പഠിച്ചിട്ടുണ്ടോ? കാലനാം. അള്ളാഹ് പറഞ്ഞുണ്ട്, എൻ്റെ റബ്ബേ, അത് വേറെ ഒന്നുമല്ല, അൽമാവ്, വെള്ളമാണ്. ഏത് തീനെയും കെടുത്താൻ വെള്ളത്തിന് കഴിയും. അപ്പോൾ പർവ്വതത്തെക്കാൾ ശക്തിയുള്ള, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള, തീനേക്കാൾ ശക്തിയുള്ളതാണ് എന്ത്? വെള്ളം. അപ്പോൾ മലക്കൾ ചോദിച്ചു, അമിൻ ഖൽഖക അശദ്ദു മിനൽ മാഇ, വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ പഠിച്ചിട്ടുണ്ട്? അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെന്താ റബ്ബേ? അത് അരീഹു, കാറ്റാണ്. ഏത് വെള്ളത്തിനിങ്ങനെ അടിച്ച് പറപ്പിക്കും. കാറ്റിന് ഭയങ്കര ശക്തി, അടിച്ചിങ്ങനെ പറപ്പിക്കും. അതിനെ കഴിയും. കാറ്റിന് കഴിയും. അല്ലാഹ്, കാറ്റിന്റെ ശക്തി വളരെ വലുതാണല്ലോ. അപ്പോൾ മലക്കൾ ചോദിച്ചു, അമിൻ ഖൽഖക അശദ്ദു മിനൽ റീഹി, കാറ്റിനേക്കാൾ ശക്തിയുള്ള വല്ലതും നീ പഠിച്ചിട്ടുണ്ടോ? കാലനാം. അല്ലാഹ് പറഞ്ഞു, അതേ, ഉണ്ട്. കാറ്റിനേക്കാൾ ശക്തിയുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെന്താ റബ്ബേ? അത് സദഖത്തു ബിനി ആദം ലാ യഅരിഫു യമീനഹു ശിമാലുഹു, അത് മനുഷ്യന്റെ സദഖയാണ്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയുകയില്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു സാധനവും എൻ്റെ സൃഷ്ടികളിൽ ഇല്ല. യാ സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ ഉണ്ടായത്? ഭൂമി അല്ലാഹു തആല പഠിച്ചപ്പോൾ ഭൂമി ഇങ്ങനെ ഇളകി. അപ്പോൾ ഭൂമിയെ ഒതുക്കാൻ വേണ്ടി പർവ്വതം പഠിച്ചു. അപ്പോൾ മലക്കൾ അത്ഭുതപ്പെട്ടു. പർവ്വതം ഭയങ്കര അമ്പാണല്ലോ. അപ്പോൾ അതിനേക്കാൾ ശക്തികളുണ്ടോ? ഉണ്ട്. അതെന്താ? ഇരുമ്പ്. ഇരുമ്പിനൊക്കെ ശക്തി തരാ, അത് തീയാണ്. തീനേക്കാൾ ശക്തി തരാ, വെള്ളമാണ്. വെള്ളത്തിന് ശക്തി തരാ, കാറ്റാണ്. കാറ്റിനേക്കാൾ ശക്തിയോ? അതുകൊണ്ട്. അത് സദഖത്തു ബിനി ആദം, അത് മനുഷ്യൻ കൊടുക്കുന്ന സദഖയാണ്. ലാ യഅരിഫു യമീനഹു ശിമാലുഹു, വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ ഒരു സദഖ കൊടുത്താൽ അതാണ് എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വേഗതയുള്ള ശക്തിയുള്ള സൃഷ്ടിൻ ജല്ല ജലാലായ റബ്ബ് മലക്കളോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള സദഖകളും ഈ വർഷം നടന്നിട്ടുണ്ട്. നമ്മൾ തിന്മയുടെ ലിസ്റ്റ് മാത്രം കാണേണ്ടതില്ല, നന്മയുണ്ട്. അത് വീണ്ടും വീണ്ടും നമ്മളെ സന്തോഷിപ്പിക്കും. നന്മ
ഈ അടുത്ത കാലം വരെ നമ്മളെല്ലാവരും വേദനിപ്പിച്ച ചില റിലീഫ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ റിലീഫ് പ്രവർത്തനങ്ങൾ ഈ വർഷം ഇതിന് മേലെ വർഷമൊന്നും കണ്ടില്ല എന്നുള്ളത് ജനങ്ങളിൽ വന്ന പരിവർത്തനത്തിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ പറയുന്നത്. അതെന്താ? നോമ്പിൻ്റെ അവസാനത്തിൽ സാധുക്കളായ മനുഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരെ മാനം കെടുത്തുക. എന്താ കൊടുക്കുക? 10 കിലോ അരി. 10 കിലോ അരി 10 കൊടുത്ത എത്രയായി? 100 കിലോ അരി. 100 കിലോ അരിക്ക് 100 കിലോ അരിക്ക് ഇന്ന് എത്രയേ ഉള്ളൂ? നെയ്ച്ചോറ് അരിയാണെങ്കിൽ പോലും 7000 രൂപ. അതിന് പുറത്തേക്ക് കാണുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിലൊക്കെ ഇട്ട് 10 കിലോ അരി 10 100 കിലോ അരി എത്ര? 7000 രൂപ. ഇന്ന് 7000 രൂപ. ഇന്ന് 7000 രൂപ. അവനന്നോ അവർ 2000-3000 കാലത്ത്. എന്നിട്ട് അതിന് എന്ത് ചെയ്യും? എന്നിട്ട് അതിന് ഒരു 10000 രൂപേൻ്റെ സ്റ്റേജ് കിട്ടും. എന്നിട്ട് അതിന് ഒരു 10000 രൂപയുടെ പോസ്റ്റർ ഒട്ടിച്ച് നാട്ടിലാകെ അനൗൺസ് ചെയ്ത്, മൈക്ക് അനൗൺസ് ചെയ്ത്, ജീപ്പ് അനൗൺസ് ചെയ്ത് ഒരു 25,000 കളി. എന്നിട്ട് വലിയ വലിയ നേതാക്കളെ വിളിച്ചോണ്ട് അവരെ കൊണ്ടുവന്ന് അവരുടെ ട്രാവലിംഗ് ചാർജ് അടക്കം ഒരു 10,000-25,000 രൂപ അങ്ങനെ പോകും. ചുരുക്കത്തിൽ 1,00,000 രൂപ പോകും. ഒരു ചെറിയ പരിപാടി. ഈ അടുത്ത കാലം വരെ നടന്നിരുന്ന റിലീഫ്. ജനങ്ങൾക്ക് എന്താ കൊടുക്കുക? ഒരാൾക്ക് 10 കിലോ നെയ്ച്ചോറ് അരി 10 കൊടുക്കും. അപ്പോൾ 100 കിലോ അരി ജനങ്ങളിലെത്തും. എത്ര? ഇന്നത്തെ നെയ്ച്ചോറ് അരിക്ക് വരെ 7000 രൂപ. 100 കിലോ നെയ്ച്ചോറ് അരിക്ക് ഇന്ന് 7000 രൂപ. നല്ല മുന്തിയ 1ാം നമ്പർ നെയ്ച്ചോറ് അരിക്ക് ഇന്ന് 7000 രൂപ. ഒരു 100 കിലോക്ക്. എത്ര ചെലവ്? 1,00,000. ഇങ്ങനത്തെ റിലീഫുകൾ ഉണ്ടായിരുന്നു നാടാകെ. അത് പ്രബോധനം കൊണ്ട് അടിച്ചു. കുറെ ആളുകളൊക്കെ അതിന് പിന്നിൽ പണിയെടുത്തെങ്കിലും, കുറെ ആളുകൾക്കതിൽ ചില അഭിമാനക്ഷരങ്ങൾ സംഭവിച്ചെങ്കിലും പ്രബോധകന്മാർ അതിശക്തമായി അതിനെ അടിച്ചപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി അത് കണ്ടില്ല. ഈ വർഷം തീരെ കണ്ടില്ല. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രബോധനത്തിന് അതിൻ്റെ സൽഫലമുണ്ട് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും പ്രബോധനത്തിന് സൽഫലമുണ്ട്. ഇപ്പോൾ പുതിയ ചില പൊട്ടിച്ച് കളയേണ്ട ബിംബങ്ങൾ വേറെ കയറി കൂടിയിട്ടുണ്ട്. ആ ബിംബങ്ങളെയും അടിക്കണം. ഒരു ബിംബത്തെ അടിച്ചു പൊട്ടിക്കുമ്പോൾ അടുത്ത ബിംബം ഉണ്ടാവും, ഉറപ്പ്. പക്ഷെ പ്രബോധകന്റെ കയ്യിലുള്ള ഇബ്രാഹിം നബിയുടെ ദണ്ട് താഴെ വെക്കരുത്. ഇബ്രാഹിം നബിയുടെ ദണ്ടിനെ പ്രബോധകന്മാർ താഴെ വെക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ നടന്നത്. ഇപ്പോഴുണ്ട് അടിച്ചു പൊട്ടിക്കേണ്ട പുതിയ ബിംബങ്ങൾ കയറി വന്നിട്ടുണ്ട്. ആ ബിംബങ്ങളെയും അടിച്ച് പൊട്ടിച്ചേ മതിയാവും. പ്രബോധകൻ എപ്പോഴും പ്രയാസം ഉണ്ടാവും, അത് പ്രശ്നമില്ല. പക്ഷെ ഉമ്മത്തിന് മാറ്റങ്ങളുണ്ട്. ആവശ്യമില്ലാത്തതെല്ലാം നാട് നീങ്ങണം, ആവശ്യമുള്ളത് മുന്നോട്ട് വരികയും. മഹ്ദി ഇമാമിനെ കാത്തിരിക്കുന്നവരാണ് മുസ്ലിം ലോകം. മഹ്ദി ഇമാമിനെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വീക്ഷണം. അതിനർത്ഥം മഹ്ദി ഇമാം വരില്ല എന്നല്ല, മഹ്ദി ഇമാം വരുന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ല എന്നതാണ്. അതൊക്കെ മഹ്ദി ഇമാം ചെയ്തോളും എന്ന ഒരു വൈഷണ്യത. എന്ത് പറഞ്ഞാലും അത് മഹ്ദി ഇമാം കൈകാര്യം ചെയ്യും. അപ്പം നിന്റെ പണി എന്താ? നിന്റെ പണിയുണ്ട്. മഹ്ദി ഇമാം ഓൺ ഹിസ് ഡ്യൂട്ടി. മഹ്ദി ഇമാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയില്ല. നീയോ? മഹ്ദി ഇമാം ലോകത്തിനെ നന്നാക്കിയ നിനക്കെന്ത് കാര്യം? ഈ മഹ്ദി ഇമാമിന്റെ പേരിലുള്ള ഈ അനാവശ്യമായ പ്രതീക്ഷകളും അനാവശ്യമായ സംസാരങ്ങളും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മഹ്ദി ഇമാം വരില്ലേ? വരും. മഹ്ദി ഇമാം ഒരു മിത്തല്ല, വസ്തുത വരും. പക്ഷെ അതിൽ നമുക്കൊന്നുമില്ല. അത് മഹ്ദി ഇമാമിനേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണത്തിന് കർണാടകയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, മഹ്ദി ഇമാമിനെ പറ്റി ഒന്ന് പറയണം, അത് നിങ്ങളെ വായന കേൾക്കാൻ വലിയ പൂതിയ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മഹ്ദി ഇമാം വന്നാൽ എനിക്കെന്ത്, വന്നില്ലെങ്കിൽ എനിക്കെന്ത്.
മദീമാം വന്നാൽ എനിക്ക് അൽഹംദുലില്ലാ, വന്നില്ലെങ്കിലും അൽഹംദുലില്ലാ. എൻ്റെ റബ്ബിന് മദീമാമിന് ആവശ്യമില്ല. ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അപ്പം അതൊന്നല്ല നമ്മളെ ഡ്യൂട്ടീൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞർത്ഥം മദീമാം വരില്ല എന്നല്ല. അനാവശ്യമായ പ്രതീക്ഷകളാണ് ഇന്ന് നമ്മളെ സമുദായത്തിനെ നശിപ്പിച്ച് കളയുന്ന ഒരു ഘടകം. അത് വേണ്ട. 2, അനാവശ്യമായ ആശങ്കകൾ, അതും വേണ്ട. യാഥാർത്ഥ്യബോധമാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. മുഅ്മിൻ യാഥാർത്ഥ്യബോധവൻ ഉള്ളവനാണ്. അവൻ ഒരു വല്ലാത്ത എഡ്യൂക്കേറ്റഡ് ആയാലും അല്ലെങ്കിലും ഈമാനേക്കാളും വലിയൊരു എഡ്യൂക്കേഷനും ഇല്ല. ഈമാൻ എന്നാൽ ഒരു ഉള്ളറിവാണ്. ഈമാൻ ഇല്ലായ്മ ഉള്ളറിവ് ഇല്ലായ്മയാണ്. ഈമാൻ ഒരു ഉള്ളറിവ്. എന്താണ് ഈമാൻ? ഈമാൻ എന്നാൽ ഇന്നതിനിന്നത്, ഇന്നേടത്തിന്നത്, ഇന്നോരോടിന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു ഈമാനുള്ള മനുഷ്യൻ അറിയും. അതിനെ റുഷ്ദ് എന്ന് പറയും. അതാണ് ഈമാൻ. വിവേകം, അതാണ് ഈമാൻ. വലഖദ് ആതൈന ഇബ്രാഹിമ റുഷ്ദഹു. ഇബ്രാഹിം മിൻ ഖബിൽ, ഇബ്രാഹിമിന് നേരത്തെ തന്നെ വിവേകമുണ്ടായിരുന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. വിവേകം. ഒരു മുഅ്മിനായ മനുഷ്യന് വിവേകമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്, മുഅ്മിനല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വിവേകം ഉണ്ടാവില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് വിവേകം ഉണ്ടാവും. എന്താണ് ഈ വിവേകം? അതുകൊണ്ട് വിവേകത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുവരണം. പ്രബോധനം ഇനിയും മാറേണ്ടതുണ്ട്. ഈ പെരുന്നാളിൻ്റെ നിറവിൽ എനിക്ക് പറയാനുള്ളത്, പ്രബോധകന്മാർ ഇനിയും മാറേണ്ടതുണ്ട്. എനിക്കെന്ത് എന്ന ചോദ്യം പ്രബോധനത്തിലില്ല. എൻ്റെ ബാധ്യത എന്ത് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതുകൊണ്ട് എന്ത്, അങ്ങനെ പറഞ്ഞാൽ എനിക്കെന്ത് നേട്ടം എന്നതുമില്ല, എനിക്കെന്ത് നഷ്ടം എന്നതും പ്രബോധനത്തിലില്ല. പ്രബോധത്തിൽ എൻ്റെ ബാധ്യത എന്തെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ ലാഭം കിട്ടും, അത് അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്. ചിലപ്പോൾ നഷ്ടം വരും, അതും റബ്ബിൻ്റെ തഖ്ദീറാണ്. പ്രബോധനം ലാഭത്തിനുമല്ല നഷ്ടത്തിനുമല്ല. പ്രബോധനം എന്നത് ഉപ്പിനെ പോലെയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുവാണ് ഉപ്പെന്ന് ഒരിക്കൽ പുണ്യ റസൂൽ പറഞ്ഞു. അപ്പോൾ ചില സ്വഹാബികൾ അത്ഭുതം കൂടി, ഉപ്പോ? ഇന്നേ 5 ഉറുപ്പിക കൊടുത്താൽ ഒരു ചാക്കേറ്റാൽ മാത്രം കിട്ടും ഉപ്പ്. അപ്പൊ 1400 കൊല്ലം മുമ്പ് ഉപ്പിന്റെ വില കുറവ് എത്ര ഉണ്ടാവും? ഏത് കടയിലും എല്ലാ സാധനവും ഉള്ളിൽ വെച്ചാലും ഉപ്പ് പണ്ടേ പുറത്തു വെക്കും. എന്തുകൊണ്ട്? കള്ളന് മുതലാവൂല, ഏറ്റുന്ന കൂലിട്ടൂല. അതാണ് ഉപ്പ്. അപ്പൊ ഈ ഉപ്പിനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞ സതുപദേശങ്ങൾ ആയിരക്കണക്കായ ഹദീസുകളുണ്ട്. ഉപ്പിനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് ഉപ്പിന് ഇത്ര പ്രാധാന്യം? അപ്പോൾ ഷൈഉൻ ത്വയ്യിബു ത്വആം, ഭക്ഷണത്തിനെ അനുഭവദായകമാക്കിയത് ഉപ്പ് മാത്രമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഉപ്പില്ലെങ്കിൽ ഒന്നുമില്ല. ഉപ്പില്ലെങ്കിൽ നെയ്ച്ചോറും ബിരിയാണിയും വെള്ളച്ചോറും കരിങ്കല്ലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഉപ്പാണ് എല്ലാത്തിനെയും അതാക്കിയത്. അതുകൊണ്ട് 3 സാധനം ഒരാൾ കയ്യിലുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയരുത്. അൽ മാഉ, വെള്ളം, അൽ മിൽഹു, ഉപ്പ്, അന്നാറു, തീ. 3 സാധനം ഇല്ലാന്നേ പറയാൻ പാടില്ല. നമ്മുടെ ആവശ്യം അന്നേരത്ത് കഴിഞ്ഞാൽ ബാക്കി കൊടുത്തോളണം. നാളത്തെ നേരത്തിനോ അതിന് വഴിയുണ്ടാവും, പക്ഷെ അയാൾക്ക് കൊടുക്കണം. എനിക്ക് നാളത്തേക്ക് ഉപ്പില്ലല്ലോ എന്ന് വിചാരിക്കണ്ട, കൊടുക്കണം. നാളത്തേക്ക് വെള്ളമില്ല എന്ന് വിചാരിക്കണ്ട, കൊടുക്കണം. തീ കയ്യിലുണ്ടോ, കൊടുത്തിരിക്കണം. അൽ മാഉ വൽ മിൽഹു വന്നാറു. എന്താ ഉപ്പിന്റെ ദൗത്യം? ഈ ഉപ്പിനെ പരിപാടിക്കുക. പ്രബോധകൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് പോലെയാണ്. എന്താ ഉപ്പിന്റെ ദൗത്യം? ഉപ്പിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഉരുകി അങ്ങോട്ടില്ലാതാവുക. ഉപ്പ് ഉരുകുമ്പോഴാണ് ഭക്ഷണം നന്നായത്. ഉപ്പ് ഉരുകിയിട്ടില്ലെങ്കിൽ ഭക്ഷണം നന്നാവില്ല. ഇതുതന്നെയാണ് പ്രബോധകൻ. പ്രബോധകൻ ഉരുകുമ്പോൾ സമൂഹം നന്നായിത്തീരും. പ്രബോധകൻ ഉരുകാതിരിക്കുമ്പോൾ പ്രബോധകൻ നന്നായിത്തീരും, നാട് നന്നാവില്ല.
പ്രബോധകന് നല്ല കാറ് വാങ്ങാം, മോട്ടോർ സൈക്കിൾ വാങ്ങാം, നാട് നന്നാവില്ല. പ്രബോധകന് വലിയ വീട് വെക്കാം, പ്രബോധകന് വലിയ കാറ് വാങ്ങാം, നാട് നന്നാവില്ല. നാട് നന്നാവണമെങ്കിൽ പ്രബോധനൻ അലിഞ്ഞട് പോകണം. ഉപ്പ് പോലെയാണ്, ഉപ്പിനേക്കാൾ വലിയ പാഠമില്ല. ഉപ്പിന് വലിയ വിലയുണ്ട്, ഉപ്പിന് വലിയ മഹത്വമുണ്ട്. ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി തീരുമാനിക്കുന്നത് ഉപ്പ് നമ്മൾ ഉണ്ടാക്കി ഉപ്പ് വാങ്ങുന്ന കാര്യത്തിൽ ഉപ്പ് സത്യാഗ്രഹമാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മൂർച്ചയുള്ള സ്വാതന്ത്ര്യ സമര ആയുധം ഉപ്പ് സത്യാഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നീട്ടുന്നില്ല. അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഒരുപാട് നന്മകൾ നമ്മൾ മുന്നിൽ കണ്ട ഒരു വർഷമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ബാക്കി റബ്ബിനോട് പറയുക. ബാക്കി ഇപ്പോൾ ചില ആശങ്കകൾ മുസ്ലിമീങ്ങളിലുണ്ട്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് റബ്ബിനോട് പറയുക, അത്രയേ ഉള്ളൂ. ബാക്കി റബ്ബിൻ്റെ തഖ്ദീറാണ്, അത് നമുക്ക് അധികാരമേ ഇല്ല. അനാവശ്യമായ ആശങ്കകളിൽ ഉൾപ്പെടാതിരിക്കുക, അനാവശ്യമായ ആശങ്കകൾ വളർത്താതിരിക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സാമൂഹിക സ്ഥിതിയെ മാറ്റി പരിവർത്തനപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയും എന്ന് ചിന്തിക്കുക. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ തവക്കുലിൽ വിഷണ്ണരാവണം എന്നല്ല. എന്നാൽ തവക്കുൽ എന്നത് ഏറ്റവും വലിയ ഒരു മരുന്നാണ്. ഒരു സൊസൈറ്റിക്ക് മാനസികാരോഗ്യം നിലനിൽക്കണമെങ്കിൽ തവക്കുൽ പോലെയുള്ള ഒരു മരുന്ന് പറയില്ല. തവക്കുൽ ഒരു മാനസികാരോഗ്യം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കും. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പെരുന്നാൾ പൈസ കൊടുക്കുന്നത് പോലെ ദാറുൽ ഖുർആനെയും നിങ്ങളുടെ പെരുന്നാൾ പണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഏറിയ ഒരു 100 രൂപ. ദാറുൽ ഖുർആന്റെ ഗുണകാംക്ഷികൾ, സഹായികളുടെ ഗുണകാംക്ഷികൾ, ഇങ്ങനെയുള്ള ഒരു അഭീഷ്ട വൃന്ദം നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. അതുകൊണ്ടാണ് ഈ നന്മയുടെ വാതിൽ വറ്റാതെ, ഈ നന്മയുടെ വാതിൽ അടയ്ക്കാതെ, ഈ നന്മയുടെ ഉറവ വറ്റാതെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. അവരിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ എന്നാൽ ഒരു സന്തോഷമാണ്, എന്നാൽ പെരുന്നാൾ എന്നാൽ ഒരു ദുഃഖവുമാണ്. സമൂഹത്തിന് വലിയ ഒരു സോഷ്യൽ ചേഞ്ച് വന്നതാണ് പെരുന്നാളിലും നോമ്പിനും വന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം. വലിയൊരു സോഷ്യൽ ചേഞ്ച് വന്നു പോയിട്ടുണ്ട് സമൂഹത്തിന്. പഴയ കാലത്ത് പെരുന്നാൾ സന്തോഷമാണ്, ഇന്ന് പെരുന്നാൾ ദുഃഖമാണ്. എന്താ കാരണം? അതൊരു സോഷ്യൽ ചേഞ്ചാണ്. പഴയ കാലത്ത് പെരുന്നാൾ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ്. എന്നാ പെരുന്നാൾ. ഇന്ന് പെരുന്നാൾ എന്നാൽ ദുഃഖമാണ്. എന്താ കാരണം? സമൂഹത്തിന് വന്ന ഒരു മാറ്റം. നോമ്പ്, ഇന്നത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞ സത്യത്തിൽ നോമ്പാണ്. അതായത് 11 മാസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാസം. ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല. അപ്പൊ എന്താണ്? ഒരു ചേഞ്ചാണ്. 11 മാസത്തെ ക്രമത്തിൽ വ്യത്യാസപ്പെടുത്തിയ ഭക്ഷണം രീതി, അതൊക്കെ വന്നപ്പോൾ നോമ്പൊരു ആഘോഷമായി. അപ്പോൾ പെരുന്നാൾ ദുഃഖമായി. പെരുന്നാളിൽ ഇന്ന് ആകെയുള്ള സന്തോഷം തമ്മിൽ കണ്ടു കൂടി. അതും കൂടി ഇല്ലെങ്കിൽ അവനെ പെരുന്നാൾ പറ്റ പൊളിഞ്ഞു. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് വെറുതെ ക്ഷാമ. പഴയ കാലത്ത് അത്താഴത്തിന് എണീക്കുന്ന വീടുകൾ തന്നെ ഒച്ചപ്പാടില്ലാതെ എണീക്കും. എന്തുകൊണ്ട്? കുറഞ്ഞ ഭക്ഷണം അത്താഴത്തിനുണ്ടാവും. കുട്ടികളെ ശബ്ദം അനക്കമുണ്ടായാൽ കുട്ടികൾ അറിയും. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. കുട്ടികൾ ഭക്ഷണം ഇല്ല. പിന്നെ നേരെ വെളുത്ത കുട്ടികൾക്ക് വിശക്കും, അപ്പോൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അതില്ല. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ ബാക്കി കുട്ടികൾക്ക് എടുത്തു വെക്കും. എന്നിട്ട് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. ഇതിപ്പോൾ കൊടുത്താലും കുട്ടികൾക്ക് നേരെ വെളുത്താൽ വിശക്കും. അപ്പോൾ 2 ഭക്ഷണം വേണം. അതുകൊണ്ട് ഉമ്മമാര് ബാപ്പമാരെല്ലാം
കള്ളനെ പോലെ എണീറ്റിട്ട് പതുങ്ങി പോയിട്ടാണ് അത്താൻ കഴിക്കുക. കാരണം കുട്ടികൾ കൊടുക്കാൻ കഴിയില്ല, ഭക്ഷണമില്ല. അക്കാലത്തെ നോമ്പ് തുറ അങ്ങനെയാണ്, ഭക്ഷണമില്ല. ഒരു പത്തിരി 4 ആൾ ചീന്തിയിട്ട് ഒരു കാരക്ക 4 ആൾ ചീന്തി കഴിക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും കപ്പയോ മറ്റങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കും. അങ്ങനെയായിരുന്നു പഴയ കാലത്ത്, എൻ്റെ ഏകദേശം കുട്ടിക്കാലം വരെ. അക്കാലത്ത് പെരുന്നാൾ ഒരു സന്തോഷമാണ്. എന്തുകൊണ്ട്? സുഭിക്ഷമായൊരു ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പെരുന്നാളാണ്. ഒരു നല്ല വസ്ത്രം എടുക്കാന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലത്ത്. വളരെ വലിയൊരു സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിക്ക് വന്നു. അതിന് ചില കാരണങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയില്ല, പിന്നെ പറയും. സൊസൈറ്റിക്ക് വലിയ മാറ്റം വന്നു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അതോടുകൂടെ ക്ഷാമം എന്ന് പറഞ്ഞത് ഒരളവോളം ഇല്ലാതെയായി. അപ്പോൾ നോമ്പുറക്കാന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ നമ്മൾ നോമ്പുറക്കാൻ നോമ്പുറക്കാൻ ഒരാൾ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പ് വരെ നോമ്പുറക്കാൻ വിളിക്കാറിനാൽ ഒരു വല്ലാത്തൊരു സന്തോഷം, നല്ല ഭക്ഷണം കിട്ടും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരാൾ നോമ്പുറക്കാൻ വിളിക്കുമ്പോൾ ഒരു വിഷമ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകാറില്ല, ഞാൻ വിചാരിച്ച മാതിരി ഒന്നും ആവില്ല, എനിക്കങ്ങനെ കൂടുതൽ തിന്നാൻ വേണ്ട. എന്താ കൂടുതൽ തിന്നാൻ വേണ്ടാത്തത്? കൂടുതൽ തിന്നാൻ വേണ്ടാത്ത എന്താണ്? കൂടുതൽ തിന്നാൻ വേണ്ട എന്ന് പറയാനൊരു കാരണമുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. പാല് കൊടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിച്ചു, പിന്നെയും കൊടുത്തു, പിന്നെയും കഴിച്ചു. പിന്നെ നബി പറഞ്ഞു കുടുക്കി നിയമത്തിന്റെ പരിധിയും വിട്ട ഈ സഹാബിയെ റസൂലുള്ളാഹി പാൽ കുടിപ്പിച്ചു. എന്തുകൊണ്ട്? അത്രയും പട്ടിണിയാണ്. അത് കിട്ടിയപ്പോൾ പിന്നെ അവിടെ നിയമം നോക്കിയില്ല. എന്നെല്ലാവരും എന്താ പറയാ, എനിക്കങ്ങനെ തിന്നാനൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പോകാറില്ല. എന്താ തിന്നാത്ത്? അതിനകത്ത് തിന്നിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വ്യത്യാസം. ഇന്ന് നോമ്പുറപ്പിച്ചാൽ കൂലുണ്ടോ ഇല്ലേന്ന് എനിക്കറിയാം, അള്ളാഹു എനിക്കതൊന്നും അറിയൂല. ഏതായാലും പണ്ടത്തെ നോമ്പ് തുറപ്പിക്കലല്ല ഇന്നത്തെ നോമ്പ് തുറപ്പിക്കൽ എന്ന് പറയാൻ ഞാൻ പൂർണ്ണമായി തയ്യാറാണ്. അതൊക്കെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കണം. ഒരു സൗഹൃദം പുതുക്കുക എന്നതിനപ്പുറം ഇന്നത്തെ നോമ്പ് തുറക്ക് യാതൊരു വിലയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സുഭിക്ഷത എമ്പാടും നിറഞ്ഞ ഒരു കാലത്ത് ഒരു വിലയുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞാൽ അതില്ലാത്ത ആളുകളെ തേടേണ്ടി വരും. ഞാൻ നമ്മുടെ നാടുകളുടെ പരിതസ്ഥിതിയാണ് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് അട്ടിമറിഞ്ഞൂടെ? അട്ടിമറിയ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ 50 കൊല്ലത്തിലേക്കും ആവൂല നമ്മൾ പോവാ. നമ്മളൊരു ഭൂമിയിലെ നരകത്തിലേക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് വളരെ പേടിക്കണം. അതായത് 50 കൊല്ലത്തെ ഒന്നുമില്ലായ്മ ആവറേജ് ഉണ്ടാകലാണ്. എന്താ? ഒരാളെ ഒന്നുമില്ലെങ്കിലും വീട്ടുവളപ്പിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് കഴിക്കണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു വീട്ടുവളപ്പില്ല. അതായത് ദാരിദ്ര്യം വന്നാൽ പരമദാരിദ്ര്യം, വലിയ ആപത്ത് വരും. അങ്ങനെ വന്നാൽ വരണം എന്നല്ല, വരില്ലാന്നുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതായാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷം വല്ലാത്തൊരു ഖൈറിൻ്റെ പെരുന്നാളാണ് സംഭവിച്ചിട്ടുള്ളത്. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പരസ്പരം സഹകരിച്ചും നന്മ പറഞ്ഞും നന്മയിൽ സഹകരിച്ചും എല്ലാവരും നോമ്പിനെ സന്തോഷമായി വരവേറ്റു, സ്വീകരിച്ചു. അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരവർ ഇബാദത്ത് ചെയ്തു. ഇബാദത്തിന് ഓരോരുത്തർക്കും പരിധിയാണ്. ഓരോരുത്തർക്കും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്തിന് ചില ആളുകൾ തറാവി നിസ്കരിച്ചു, ചില ആളുകൾ തറാവി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അവരൊന്നും വിഷമിക്കണ്ടില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്. ഒരു സ്കൂള് പോലെയാണ് ഞാൻ ഇബാദത്തിനെ കാണുന്നത്. സ്കൂളിൽ എല്ലാ മാഷന്മാർക്കും അസംബ്ലിയിൽ അറ്റൻഡ് ചെയ്യണം, എല്ലാവർക്കും. അതേസമയത്ത് അസംബ്ലി കഴിഞ്ഞാൽ ഒരു ടീച്ചർക്ക് പണി സയൻസ് പഠിപ്പിക്കലാണ്, ഒരു ടീച്ചർക്ക് പണി തുന്നൽ പഠിപ്പിക്കലാണ്, ഒരു ടീച്ചർക്ക് പണി, ഒരു മാഷിന് പണി സ്പോർട്സ് പഠിപ്പിക്കലാണ്. എന്നാൽ ഇവരെല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. പുറത്ത് നോക്കിയാൽ ഒരു മാഷ്, ഒരു ടീച്ചർ, എന്താ ടീച്ചർ പണി? അത് തുന്നൽ ടീച്ചർ, തുന്നൽ പഠിപ്പിക്കുന്ന ടീച്ചർ. പഴയ കാലത്തൊക്കെ നമ്മുടെ സ്കൂളുകളിൽ തുന്നൽ ടീച്ചർ ഉണ്ടാവും, തുന്നൽ പഠിപ്പിക്കാൻ. ഒരു ടീച്ചർ പണി എന്താ? തുന്നൽ പഠിപ്പിക്കും. അതൊക്കെ നമ്മളെ വീട്ടിലുള്ളതല്ലേ, അതിനൊക്കെ ഒരു ടീച്ചർ വേണോ എന്ന് പറഞ്ഞാൽ ആ പുറത്ത് നോക്കിയാൽ ആ ടീച്ചർ ഒരു പണിയല്ല ചെയ്യണത്. പിന്നെന്താ ഒരു മാഷിക്ക് പണി? ഓടുക, ചാടുക. അതൊരു പണിയാണോ? അത് കളിയല്ലേ എന്നല്ലേ പറയാ? പക്ഷെ അതൊരു പണിയാണ്. എന്നൊരു പോലെയാണ് ഇബാദത്ത്. ഇബാദത്ത് നിസ്കാരം എല്ലാവർക്കും വേണം, ഫർദ് നിസ്കാരം എല്ലാവർക്കും വേണം. ബാക്കി ഓരോരുത്തർക്കും അവരവരുടെ ശൈലിയിൽ വ്യത്യസ്ത ഡ്യൂട്ടി ആയിരിക്കും. അവരുടെ ഡ്യൂട്ടി ചെയ്താൽ തന്നെയും അവർക്ക് അള്ളാഹുവിൽ പ്രീതി ഉണ്ടാവും. അതാണ് നമ്മൾ ഇബാദത്തിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കേണ്ടതും എന്തും അങ്ങനെയാണ്, എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഒരു മാപ്പിളപ്പാട്ടുകാരനായ ഒരു സഹോദരൻ എനിക്ക് പെരുന്നാൾ ആശംസകൾ അയച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു 50 ചില്ലാൻ കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴെല്ലാം പാട്ടുകാരെ പറ്റിയാണ് ചിന്തിച്ച്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് അവരുടേതായ ഒരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി നല്ല ഡ്യൂട്ടി തന്നെയാണ്. അതൊരു പാട്ട്, മാപ്പിളപ്പാട്ട്. ആ പാട്ട് കൊണ്ട് ഒരു 3 മണിക്കൂർ വയല് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഒരു 3 മിനിറ്റ് പാട്ട് കേൾക്കൽ. പാട്ടിൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, അതൊക്കെ പണ്ഡിത ചർച്ചകളാണ്. അതല്ല എൻ്റെ വിഷയം. ഞാൻ പാട്ട് എന്ന കാര്യം, യുരീഹുന, ആരാണെന്ന് സന്തോഷിപ്പിക്കുക എന്ന് രാത്രിയിലെ യാത്രകൾ പുണ്യ റസൂൽ ചോദിക്കും. അപ്പോൾ ഒരാൾ പാട്ട് പാടും. അപ്പോൾ നബിയും എല്ലാവരും ഒട്ടകപ്പുറത്തോ നടന്നോ അങ്ങനെ യാത്ര ചെയ്യും. അവർക്ക് ആ രാത്രി ഭക്ഷണമേ ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നുമില്ല. ഇനിയും ധാരാളം യാത്ര ചെയ്താലേ വിശ്രമിക്കാൻ പറ്റൂ. ആ യാത്ര മുഴുവൻ മിണ്ടാതെ പാട്ടും കേട്ട് വരും. ഹബീബ റസൂലുള്ളാഹിക്ക് 200 പാട്ടുകാരുണ്ടായിരുന്നു. അവരുടെ നേതാവാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. ഇതൊക്കെ നമ്മൾ എന്തിനാ മറക്കണത്? അതെല്ലാം കൂട്ടുമ്പോഴാണ് സത്യത്തിൽ ഒരു നന്മയാവുക. പാട്ട് അതിൽ പെട്ടതാണ്. ചിലക്ക് പാട്ട് കാണാൻ തന്നെ ഒരു പിരാന്ത്, ചിലക്ക് വയറിന് പിരാന്താണ്. ഇതെല്ലാം കൂടിയതാണ് ഒരു ജനത. ഞാൻ നിങ്ങളോട് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വരം വിധിച്ചും ആ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടേ നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ എന്ന പാട്ട് ആയിരിക്കും മലയാളക്കരയിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ ഏറെ ആളുകളെയും അള്ളാഹുവിലേക്ക് ചിന്തിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏവിയുടെ പാട്ടാണ്. എത്ര മനുഷ്യന്മാർ ആ പാട്ട് കേട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ സത്യത്തിനെ പറയാതിരിക്കാൻ കഴിയില്ല, സത്യ. അപ്പം അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഇബാദത്ത്. എല്ലാവരും നിസ്കരിക്കലല്ല, എല്ലാവരും നിസ്കരിക്കലല്ല. ഏത് നിസ്കാരം ഫർള് എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞ അസംബ്ലിയിൽ എല്ലാവരും പങ്കെടുക്കണം. അത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞു, ഒരു കൂട്ടർ ഇറങ്ങി. അവരെന്തിനാ പോണത്? ആ ഗ്രാമത്തിൻ്റെ അങ്ങേ ഭാഗത്ത് ഒരു രോഗിയുണ്ട്. ആ രോഗിനെ കസേരയിലിട്ട് കെട്ടിയിട്ട് ആശുപത്രിയിലെത്തിക്കണം. നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്ന കാര്യമാണ്. ഞങ്ങൾ 3 ഭാഗവും വെള്ളവും ഒരു ഭാഗം സഖ്യപർവ്വതവും ചുറ്റപ്പെട്ട ഒരു ഉപദ്വീപാണ് മുട്ടയിടം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അക്കാലത്ത് ആശുപത്രികളില്ല. ഇപ്പോൾ റമദാൻ മാസത്തിൽ വരെ രോഗികളുണ്ട്. അപ്പോൾ എന്താ അവർ ചെയ്യുക? കണ്ടിട്ട് ഏറ്റും. രാത്രിയാകുമ്പോൾ നല്ലതാണ് ഏറ്റാൻ, പകലേറ്റാൻ കഴിയില്ല, വെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി ഇശ നിസ്കരിച്ചാൽ ഒരു കൂട്ടർ തറാവീഹ് നിസ്കരിക്കും, ഒരു കൂട്ടരോ ഈ കസേരയിലിട്ട് ഏറ്റണം. വണ്ടിയില്ല, മോട്ടോർ സൈക്കിളില്ല, ഒന്നുമില്ല. പേറ്റിക്കൊണ്ടുപോകും. 10-12 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് അവർ ആശുപത്രിയിലാക്കും. അവരെ ഇബാദത്താണ്. അവർ തറാവീഹ് നിസ്കരിച്ചോ? ഇല്ല. അവരുടെ ഡ്യൂട്ടി അതാണ്.
ആർക്കും ഡ്യൂട്ടികൾ ഇല്ലാതെയായപ്പോഴാണ് ഇബാദത്തിനൊരു ഏകശിലാരൂപം വന്നത്. ഇപ്പം ആർക്കും ഡ്യൂട്ടി ഇല്ല, ആർക്കും പണിയില്ലല്ലോ. എന്താ ആർക്കാ പണി? ആർക്കും പണിയില്ല, എല്ലാവർക്കും നിസ്കരിക്കാൻ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ പള്ളി നിറഞ്ഞു, നാട്ടിലാളില്ല, നന്മയില്ല. ആർക്കും ഡ്യൂട്ടി ഇല്ലാതായത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ പള്ളി നിറഞ്ഞത്. അതാണ്, അല്ല ജനം നന്നായതല്ല. സത്യമാണ് പറഞ്ഞത്, ജനം നന്നായതല്ല. പണ്ട് അങ്ങനെയല്ല കാര്യം.